കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വർഷകാല സമ്മേളനം ജൂൺ 2, 3, 4 തീയതികളിലായി കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ പാലാരിവട്ടം POCയിൽ നടന്നു. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളത്തിലെ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ രൂപതകളിലെ മെത്രാൻമാർ പങ്കെടുത്തു. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പ്രഖ്യാപിച്ച ഫ്രാൻസിസ്കൻ വർഷാചരണത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഒത്തുചേർന്ന മെത്രാൻമാർ സാമൂഹികവും സഭാപരവുമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഈ ചർച്ചയെക്കുറിച്ചുള്ള സർക്കുലർ പുറത്തിറക്കി KCBC. പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: അധികാരത്തിലേറിയ UDF മന്ത്രിസഭയ്ക്ക് KCBC അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചു. മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ ഏറെ പ്രതീക്ഷയോടെ കാണുന്നു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് ആരംഭിച്ചതുൾപ്പെടെ പാവപ്പെട്ട ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സംസ്ഥാനത്ത് സുസ്ഥിര വികസനവും ഉറപ്പുവരുത്താനും പ്രതിസന്ധികളിൽ കഴിയുന്ന വിവിധ ഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് കൈത്താങ്ങാകാനും ഈ സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ലഹരി നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി ഓപ്പറേഷൻ തുഫാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഭിനന്ദനാർഹമാണ്. കേരളത്തിലെ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പൂർണ്ണ സഹകരണം ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നും സർക്കാരിനുണ്ടായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. KCBCയുടെ വയനാട് വിലങ്ങാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 80 ഭവന നിർമ്മാണങ്ങൾ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പൂർത്തിയാക്കാനായത് അഭിനന്ദനാർഹമാണ്. 150 ഭവനങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയുടെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ഈ വലിയ പദ്ധതിക്ക് കരുത്ത് പകർന്ന എല്ലാവർക്കും കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വലിയ പ്രതീക്ഷയോടെ കണ്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഗൗരവകരമായ നടപടികൾ ഇനിയും സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പുതിയ സർക്കാർ ഈ വർഷത്തിൽ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുമെന്ന് KCBC പ്രത്യാശ രേഖപ്പെടുത്തി. ക്രൈസ്തവ സമൂഹത്തിന് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുനവം ജനതയുടെ ഭൂസ്വത്തിന് മേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായുള്ള പോരാട്ടങ്ങൾക്ക് KCBC സർവാത്മന പിന്തുണ അറിയിക്കുന്നു. പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് ആ ജനതയ്ക്ക് നീതി നടത്തിക്കൊടുക്കുമെന്ന വാഗ്ദാനം പുതിയ സർക്കാർ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേതന നിരക്കിനേക്കാൾ കൂടിയ വേതനം നൽകുന്ന കത്തോലിക്ക ആശുപത്രികളിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ പതിവായിരിക്കുന്നത് ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താനുള്ള നീക്കമായി വിലയിരുത്താനാവൂ. സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടന ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ശമ്പള പരിഷ്കരണം ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധത്തിൽ വർദ്ധിക്കാനും ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കാനും കാരണമാകും. സർക്കാരിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം ആശുപത്രികളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇവ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ 2026 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ശമ്പള പരിഷ്കരണത്തിന്റെ കരട് രേഖയിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും അതുവഴി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും KCBC സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മിന്നൽ പണിമുടക്കുകൾ ഉണ്ടാവുകയും നൂറുകണക്കിന് രോഗികൾ പ്രതിസന്ധിയിലാകുകയും ചെയ്യുന്ന സാഹചര്യം വീണ്ടും ഉടലെടുക്കാതിരിക്കാൻ ആവശ്യമായ കർശന നടപടികളും സർക്കാർ സ്വീകരിക്കണം. പുതിയ വനം മന്ത്രിയുടെ ആരംഭഘട്ട സമീപനങ്ങൾ വനമലയോര മേഖലകളിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്നവയാണ്. വന്യമൃഗ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് തീരുമാനങ്ങളെടുക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും വനം വകുപ്പ് തയ്യാറാകണം. മനുഷ്യജീവനും സ്വത്തിനും പ്രാഥമിക പരിഗണന നൽകിക്കൊണ്ട് വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉചിതമായ പരിഷ്കരണങ്ങൾ വരുത്തണം. ഓരോ വർഷക്കാലം വരുമ്പോഴും ദാരിദ്ര്യത്തിലും ദുരിതങ്ങളിലും അകപ്പെട്ട തീരദേശ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ അതിജീവന പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണം. തീരശോഷണവും കടലാക്രമണങ്ങളും വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ഇത്തരം 10,000-കണക്കിന് കുടുംബങ്ങൾ കൂടുതൽ പ്രതിസന്ധികളിലേക്കാണ് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജനതയുടെ സാമ്പത്തികവും ഭൗതികവുമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സർക്കാർ അടിയന്തരമായി കൈക്കൊള്ളണം. മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ നേരിടുന്ന അതിജീവന പ്രതിസന്ധികൾ അതീവ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. വാസ്തവത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരിക്കേണ്ട കാർഷിക മേഖല അത്യന്തം ഗുരുതരമായ അതിജീവന പ്രതിസന്ധി നേരിടുന്നു. കർഷകരും കൃഷിയും നേരിടുന്ന പ്രതിസന്ധികൾ ആഴത്തിൽ പഠിച്ച് കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് ഉതകുന്ന പദ്ധതികൾ തയ്യാറാക്കാനും നടപ്പിൽ വരുത്താനും പുതിയ സർക്കാർ തയ്യാറാകണം. കാർഷിക മേഖലകളിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഭീഷണികൾ, വന്യമൃഗശല്യം, മലയോര മേഖലകളിൽ അവശ്യ നിർമ്മിതികൾക്ക് പോലും നിയമ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് തുടങ്ങിയ പ്രതിസന്ധികളിൽ ഗൗരവപൂർവമായ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് KCBC അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് സർക്കുലർ അവസാനിപ്പിക്കുന്നത്.